നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. കരയുന്ന കുഞ്ഞുങ്ങളെ ബാത്റൂമിൽ പൂട്ടിയിടുക, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലെ ഡ്രമ്മിനുള്ളിൽ ഇരുത്തുക, ജെറ്റ് സ്പ്രേ ഉപയോഗിച്ച് വായിലേക്ക് വെള്ളമടിക്കുക. ഡേ കെയറിൽ നിന്നുള്ള പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഞെട്ടലിലാണ് ഏവരും. IT കമ്പനിയായ ക്യാപ്ജെമിനിയുടെ ബംഗളൂരു ക്യാമ്പസിൽ പ്രവർത്തിച്ചിരുന്ന ഡേ കെയർ സെന്റർ ഒടുവിൽ താൽക്കാലികമായി അടച്ചു. കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടി. 5 ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 വയസ്സ് പ്രായമുള്ള കുട്ടികളടക്കം നിരവധി കുഞ്ഞുങ്ങളെ ഡേ കെയർ ജീവനക്കാർ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഡേ കെയർ കേന്ദ്രത്തിൽ പതിവായി നടന്നിരുന്ന പീഡനത്തിന്റെ ഭാഗമാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വൻ രോഷമാണ് ജീവനക്കാർക്കെതിരെ ഉയരുന്നത്. കീർ സ്റ്റാർമറുടെ പിൻഗാമിയായി ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ആൻഡി ബേൺഹാം ഒരു സെറ്റ് നികുതി വർധനവുകളും സമ്മാനിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വലിയ മാറ്റം സമ്മാനിക്കുമെന്ന ബേൺഹാമിന്റെ പ്രഖ്യാപനം ഒരു മുന്നറിയിപ്പായി കാണാനാണ് സാമ്പത്തിക വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. ഖജനാവ് നേരിടുന്ന 5 മില്യൺ പൗണ്ട് കമ്മി പരിഹരിക്കാൻ എളുപ്പവഴിയായി കണ്ടെത്തുക നികുതി വർധനവുകളെയാകും. ധനികരെയും ഉയർന്ന വരുമാനക്കാരെയുമാണ് നികുതിയിൽ മുക്കുകയെങ്കിലും ഇൻകം ടാക്സ് വർധനവ് കൂടി ഉൾപ്പെടുത്താൻ ബേൺഹാം തയ്യാറാകുമെന്നാണ് കരുതുന്നത്. ചാൻസലർ റേച്ചൽ റീവ്സിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായി ഇൻകം ടാക്സിൽ 50% റേറ്റ് ഏർപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. നിലവിലെ 45% ഇൻകം ടാക്സ് റേറ്റിന് പകരമാണ് ഇത്. ഇതിനു പുറമെ ഫ്യൂവൽ ഡ്യൂട്ടിയിലെ ആശ്വാസവും ഇല്ലാതെയാകാം. ഒരു ദശകത്തിലേറെയായി ഫ്യൂവൽ ഡ്യൂട്ടി ഫ്രീസിംഗ് നിലവിലുണ്ട്. എന്നാൽ ഈ മരവിപ്പിക്കൽ എടുത്തുമാറ്റി പ്രതിവർഷം 60 പൗണ്ട് മുതൽ 100 പൗണ്ട് വരെ കുടുംബങ്ങളുടെ ബില്ലിൽ ചേർക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്റർ കവൻട്രി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ഡോക്ടർ മറിയ ഉമ്മൻ പരിപാടി ശ്രദ്ധേയമായി. വിവിധ മേഖലകളിൽ നിന്നുള്ള മലയാളികളുടെ പങ്കാളിത്തവും സജീവമായ സംവാദവും പരിപാടിയെ ശ്രദ്ധേയമാക്കി. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ജോബിൻ സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. IOC കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അശ്വിൻ രാജ് നന്ദി രേഖപ്പെടുത്തി. ട്രഷറർ ജെയ്മോനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ദീപേഷ് കറയും പരിപാടിക്ക് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി കവൻട്രി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സിറ്റിസൺ ഗൈഡൻസ് ക്ലബിന്റെ ഉദ്ഘാടനം ഡോക്ടർ മറിയ ഉമ്മൻ നിർവഹിച്ചു. പ്രവാസി സമൂഹത്തിനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും കരിയർ ഗൈഡൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാർഗനിർദ്ദേശവും സഹായവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും തന്റെ പിതാവുമായ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഡോക്ടർ മറിയ ഉമ്മൻ പങ്കുവച്ചത് സദസ്സിനെ വികാരഭരിതമാക്കി. പരിപാടിയുടെ ഭാഗമായി സംവാദവും രാഷ്ട്രീയ ചർച്ചകളും നടന്നു. ബ്രിട്ടനിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിൽ അകത്തായ സിഖ് വംശജനെ ജയിലിൽ ഒറ്റയ്ക്ക് പാർപ്പിക്കുന്നു. മറ്റ് തടവുകാരിൽ നിന്നും ജീവന് ഭീഷണി നേരിട്ടതോടെയാണ് 23-കാരൻ വിക്രം ദിഗ്വയെ സെഗ്രഗേഷനിലേക്ക് മാറ്റിയത്. 2 കുട്ടികളെ കൊലപ്പെടുത്തിയ ഇയാൻ ഹൺട്ലി കൊല്ലപ്പെട്ട ജയിലിലെ വിങ്ങിലേക്ക് ഇറങ്ങാൻ പോലും ദിഗ്വ ഭയക്കുകയാണ്. ഡുർഹാമിലെ HMB ഫ്രാങ്ക്ലാൻഡിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. ഹെൻറിയെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം സ്ഥലത്തെത്തിയ പോലീസിനോട് താൻ വംശവെറിക്ക് ഇരയായെന്ന് നുണ പറഞ്ഞ സംഭവം ബ്രിട്ടനിൽ വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. ഈ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതോടെ പോലീസും കുഴപ്പത്തിലായി. കേസിൽ അകത്തായ ദിഗ്വ ഇപ്പോൾ 23 മണിക്കൂറും സെല്ലിൽ തന്നെയാണ് കഴിയുന്നത്. 4 ഗാർഡുമാർ ഒപ്പമുള്ളപ്പോൾ വ്യായാമം ചെയ്യാൻ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. TV ഉൾപ്പെടെ ജയിലിലെ ആനുകൂല്യങ്ങളും ദിഗ്വയ്ക്ക് ലഭ്യമല്ല. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.